വെൽക്കം മൈ ഡിയേഴ്സ്. നമ്മൾ ക്ലാസ് 9th മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ ഓറിയൻറ്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റത്തെ എക്സസൈസ് സെറ്റ് നമ്മൾ ചെയ്തു. ഇനി സെക്കൻഡ് എക്സസൈസാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് മുന്നായിട്ട് ടെക്സ്റ്റിൽ തിങ്ക് ആൻഡ് റിഫ്ലക്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എ പോയിൻറ്റ് ഓൺ ദ വൈ ആക്സിസ്? വൈ ആക്സിസിലെ പോയിൻറ്റ്സുകളുടെയൊക്കെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പലവട്ടം പറഞ്ഞതാണ്. എന്താണ്? വൈ ആക്സിസിലെ പോയിൻറ്റ്സിൻ്റെയൊക്കെ എക്സ് കോർഡിനേറ്റ് 0യും എക്സ് ആക്സിസിലെ പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈസ് ദർ എ സിമിലർ ജനറലൈസേഷൻ ഫോർ എ പോയിൻ്റ് ഓൺ ദ എക്സ് ആക്സിസ്? എക്സ് ആക്സിസിലെ പോയിൻറ്റുകൾക്ക് ഇതുപോലെ തന്നെ എന്ത് പറയാം? വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഡസ് പോയിൻറ്റ് ക്യു വൈ എക്സ് എവർ കോയിൻസൈഡ് വിത്ത് പോയിൻറ്റ് പി എക്സ് വൈ? ജസ്റ്റിഫൈ യുവർ ആൻസർ. 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. രണ്ടെണ്ണത്തിൻ്റെയും എക്സും വൈയും കോർഡിനേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 പോയിൻറ്റ്സും കോയിൻസൈഡ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോയിൻസൈഡ് ചെയ്യില്ല. കാരണം എന്താണ്? ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പോയിൻറ്റ് 2, 3 എടുക്കാം. പി എന്ന പോയിൻറ്റ് 2, 3, ക്യൂ എന്ന പോയിൻറ്റ് 3, 2 അല്ലേ? ഒരെണ്ണം എക്സ് വൈ ആണെങ്കിൽ അടുത്തത് വൈ എക്സ്, അങ്ങനെ എടുക്കുക. അപ്പോൾ ആദ്യം പി എന്ന പോയിൻ്റ് എവിടെയായിരിക്കും? എന്താണ് എക്സ് കോർഡിനേറ്റ്? 2, അപ്പോൾ 2. പിന്നെ വൈ കോർഡിനേറ്റ് 3, അപ്പോൾ 3. അപ്പോൾ ഏകദേശം ഇവിടെയായിട്ട് വരും അല്ലേ? ഇതാണ് 2, 3 എന്ന പോയിൻ്റ് പി. ഇനി ക്യൂ എവിടെയായിരിക്കും? എക്സ് കോർഡിനേറ്റ് എന്താ? ക്യൂവിൻ്റെ 3 ആണ്, അതായത് 3. ഇനി വൈ കോർഡിനേറ്റ് എന്താണ്? 2 ആണ്. അപ്പോൾ ഏകദേശം ഇവിടെയായിട്ട് വരും. അപ്പോൾ ഇവിടെയാണ് ക്യൂ എന്ന പോയിൻ്റ്, ഇവിടെയാണ് പി എന്ന പോയിൻ്റ്. ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യോ? ഇല്ല. അപ്പോൾ ഇത് കോയിൻസൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതെപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈഫ് എക്സ് ഈക്വൽ ടു വൈ, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം തന്നെയാണെങ്കിൽ ആ പോയിൻ്റ് എന്തായിരിക്കും? കോയിൻസൈഡ് ചെയ്യും. ഇപ്പോൾ എക്സും വൈയും എന്തായിട്ട് എടുക്കാം? 2 ആയിട്ട് എടുക്കാം. അപ്പോൾ പി എന്ന് പറയുന്നത് എക്സ് വൈ, എക്സ് കോമ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? 2 ആണ്. ഇനി ക്യൂ എന്ന് പറയണത് വൈ കോമ എക്സ് എന്ന് പറയണതും എന്ത് തന്നെയായിരിക്കും? 2 എന്ന പോയിൻ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഈ 2 എന്ന പോയിൻ്റ് എക്സ് 2, വൈയും 2. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഇതാണ് 2. അപ്പോൾ ഇത് തന്നെയാണ് പി, ഇത് തന്നെയാണ് ക്യൂവും. അപ്പോൾ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ 2 പോയിൻറ്റ്സ് കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഷുഡ് ബി ഈക്വൽ ടു വൈ കോർഡിനേറ്റ്, അതർവൈസ് ഇറ്റ് വിൽ നോട്ട് കോയിൻസൈഡ്. ഇപ്പോൾ ഈ പറഞ്ഞതാണ് 4th ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ഈഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ ദെൻ എക്സ് വൈ നോട്ട് ഈക്വൽ ടു വൈ എക്സ് ആൻഡ് എക്സ് വൈ ഈക്വൽ ടു വൈ എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു വൈ. ഈസ് ദിസ് ക്ലെയിം ട്രൂ ആണോ? ആണ്. കാരണം എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിലാണ് എക്സ് വൈ ഈക്വൽ ടു വൈ എക്സ് ആവുള്ളൂ. അതുപോലെ തന്നെ എക്സ് വൈ ഈക്വൽ ടു വൈ എക്സ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 2 പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈക്വൽ ആണെന്നാണ്. അതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഇഫ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് വൈ ഈക്വൽ ടു വൈ എക്സ്. അതുപോലെ തന്നെ ഇഫ് എക്സ് വൈ ഈക്വൽ ടു വൈ എക്സ് ആണെങ്കിൽ എന്തായിരിക്കും? എക്സും വൈയും ഈക്വൽ. സെറ്റ് നോക്കിയേ 1.2. On a graph sheet, mark the x-axis and y-axis and the origin O. Mark points from -7,0 to 13,0 on the x-axis and from -15 to 0,12 on the y-axis. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ് ആക്സിസിൽ -7,0 തുടങ്ങി 13,0 വരെയുള്ള പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. പിന്നെ വൈ ആക്സിസിൽ 0, -15 തുടങ്ങിയിട്ട് 0,12 വരെയുള്ള പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് വരയ്ക്കുക? നേരെ കയറിയിട്ട് ഒരു ഹൊറിസോണ്ടൽ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ച് എക്സ് ആക്സിസ് വൈ ആക്സിസ് ആക്കരുത്. ആദ്യം തന്നെ നമ്മൾ നോക്കണം എക്സ് ആക്സിസിൽ എത്ര പോയിൻറ്റ്സ് വേണം. അപ്പം -7 തുടങ്ങി 13 വരെ അത് നിങ്ങൾ
ആലോചിച്ചിട്ട് വേണം എക്സ് ആക്സിസിൻ്റെ ഇത് നോക്കാൻ. അതുപോലെ അപ്പോൾ ഇവിടെ 0 വരും എന്നുള്ളത് മനസ്സിലായില്ല. -7, -6, -5, -4, -3, -2, -1, 0 ഇതാണ് ഒറിജിൻ. ഇനി ഇവിടെ നിന്ന് പോസിറ്റീവ് 1, 2, 3 അങ്ങനെ 13 വരെ. ഇനി അടുത്തത് y ആക്സിസ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? y ആക്സിസ് 12 -15 തൊട്ട് +12 വരെ, അതായത് ലാസ്റ്റത്തെ -15 ആണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് സ്കെയിൽ 1 സെൻറ്റിമീറ്റർ = 1 യൂണിറ്റ് എടുക്കണമെന്ന്. അപ്പോൾ ഇതാണ് -15. അപ്പോൾ -14 അങ്ങനെ പോയി ലാസ്റ്റത്തെ 12. അങ്ങനെ നമ്മൾ ഗ്രാഫ് വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? യൂസിങ് ഫിഗർ 1.5 ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എന്താണ്? നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ റിയാൻ്റെ റൂമാണ്. കൂടെ എന്തുണ്ട്? ബാത്റൂമിൻ്റെയും കൂടി ഒരു സ്കെച്ച് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ വരച്ച ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഗ്രാഫിൽ നമ്മളതൊക്കെ ആ കോർഡിനേറ്റ്സൊക്കെ വെച്ചിട്ട് തന്നെ അതിൽ വരയ്ക്കണം. ഈ ഗ്രാഫിൽ വരയ്ക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതങ്ങനെ കാണാൻ പറ്റില്ല, അതങ്ങനെ ക്ലിയർ ആവില്ല. അപ്പോൾ ആദ്യം ഞാൻ ഇത് ഈ ഫിഗറും പിന്നെ വൈറ്റ് ബോർഡിലും കാണിച്ചതിന് ശേഷം ഗ്രാഫിൽ എങ്ങനെ വരയ്ക്കും എന്നുള്ളത് വരച്ചത് കാണിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്ലേസ് റയാൻസ് റെക്റ്റാങ്കുലർ സ്റ്റഡി ടേബിൾ വിത്ത് 3 of its feet at the points 8, 9, 11, 9, 11, 7. Where will the 4th foot of the table be? Is this a good spot for the table? What is the width of the table? The length. Can you make out the height of the table? റയാൻ്റെ സ്റ്റഡി ടേബിൾ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതാണ് റയാൻ്റെ സ്റ്റഡി ടേബിൾ. അപ്പോൾ ഇതെടുത്തിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റാനാണ് പറയണത്. മാറ്റാനുള്ള സ്ഥലം പറയുന്നുണ്ട്. ഏതൊക്കെ പോയിൻ്റാണ്? 8, 9, 11, 9 പിന്നെ 11, 7. അപ്പോൾ 8, 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ 8, വൈ ആക്സിസിൽ ഇതാണ് 8, വൈ ആക്സിസിൽ 9. അപ്പോൾ എവിടെയായിട്ട് വരും? ഏകദേശം ഇവിടെ ലൈൻ ഉണ്ട് കറക്റ്റായിട്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റിലാണെങ്കിൽ കറക്റ്റ് അതിൻ്റെ ആ ഗ്രിഡൊക്കെ കാണാൻ പറ്റും. ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത കാരണം അതത്ര ക്ലിയർ അല്ല. ഏകദേശം ഇവിടെയായിട്ട് വരും. ഇതാണ് 8, 9. ഇനി അടുത്ത ഫൂട്ട് എവിടെയാണ്? 11, 9. അപ്പോൾ 11, ഏകദേശം ഇവിടെയായിട്ട് വരും. അപ്പോൾ ഇതാണ് 11, 9. ഇനി അടുത്ത ഫൂട്ട് എവിടെയാണ്? 11, 7. അപ്പോൾ 11, 7 എവിടെയാണ്? ഇവിടെ 11, 7. ഇപ്പോൾ റെക്റ്റാങ്കുലർ സ്റ്റഡി ടേബിളിൻ്റെ 3 ഫൂട്ട് എവിടേക്കാണെന്ന് മനസ്സിലായി. ഒരെണ്ണം 8, 9, ഒരെണ്ണം 11, 9, ഒരെണ്ണം എവിടെയാണ്? 11, 7. അപ്പോൾ അടുത്തത് എവിടെയായിരിക്കും? 4th ഫൂട്ട് എവിടെയായിരിക്കും? 8, 7 അല്ലേ? 8, 7. കാരണം ഇതൊരു റെക്റ്റാങ്കുലർ സ്റ്റഡി ടേബിളാണ്. അപ്പോൾ റെക്റ്റാങ്കുലർ സ്റ്റഡി ടേബിൾ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? 2 ഫൂട്ടും ബാക്കി 2 ഫൂട്ടും എല്ലാം എന്തായിരിക്കും? പാരലലായിരിക്കും. കറക്റ്റ് ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവ തമ്മിൽ ഉണ്ടാവുക ആണല്ലോ. അപ്പോൾ 3 എണ്ണത്തിൻ്റെയും കിട്ടി. അപ്പോൾ 4ാമത്തേൻ്റെ എന്തായിരിക്കും? 8, 7. മനസ്സിലായോ? ഇനി എന്താ ചോദിച്ചിരിക്കണത്? ഈ സ്റ്റഡി ടേബിളിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് സ്റ്റഡി ടേബിൾ. അപ്പോൾ സ്റ്റഡി ടേബിൾ എന്താണ്? റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള സ്റ്റഡി ടേബിളാണ്. ഇതിൻ്റെ 4 ഫൂട്ട് ഇവിടെ ഈ 4 കോർണറിലായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കോർഡിനേറ്റ്സും നമുക്കറിയാം. ഇനി എന്താ നമുക്ക് കാണേണ്ടത്? ഈ സ്റ്റഡി ടേബിളിൻ്റെ ലെങ്ത്ത് എത്രയാണ്? ഇത് എങ്ങനത്തെ ലൈനാണ്? ഇതൊരു ഹൊറിസോണ്ടൽ ലൈനാണ്. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ലെങ്ത്ത് കാണാൻ എന്ത് ചെയ്താൽ മതി? എക്സ് കോർഡിനേറ്റ്സ് തമ്മിൽ ഡിഫറൻസ് കണ്ടാൽ മതി. ഇപ്പോൾ ഇവിടെ എത്രയാണ്? 11. ഇവിടെ എത്രയാണ്? 8. അപ്പോൾ 11 - 8 = 3. അപ്പോൾ ഇത് എത്ര ഫീറ്റാണ്? ഇത് 3 ഫീറ്റ്. ലെങ്ത്ത് കിട്ടി 3 ഫീറ്റ്.
ഇനി വിഡ്ത്ത് എങ്ങനെ കാണും? വിഡ്ത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 11 9, ഇവിടെ 11 7. അതായത് ഇത് എന്താണ്? ഇത് ഒരു വെർട്ടിക്കൽ ലൈനാണ്. വെർട്ടിക്കൽ ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈ ആക്സിസിന് പാരലലായിട്ടുള്ള ലൈൻ. അപ്പോൾ ഈ ലൈൻ്റെ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. വൈ കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് കണ്ടാൽ ഈ ലൈനിൻ്റെ ലെങ്ത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വൈ കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എന്താണ്? ഇവിടെ നോക്കിയാലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് നമുക്ക് കിട്ടുക. അതുപോലെ ഈ ലെങ്ത്ത് ഇവിടെ തന്നെ നോക്കണമെന്നില്ല, ഇവിടെ നോക്കിയാലും എത്ര തന്നെയാണ് കിട്ടുക? 3 feet തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കാണാൻ എന്ത് ചെയ്താൽ മതി? വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 9 - 7 എത്രയാണ്? 2 feet. അപ്പോൾ ഇത് എത്ര ഫീറ്റാണ് കിട്ടി? ഇത് 2 feet കിട്ടി. അപ്പോൾ ലെങ്ത് ഓഫ് ദ സ്റ്റഡി ടേബിൾ 3 feet-ഉം വിഡ്ത്ത് ഓഫ് ദ സ്റ്റഡി ടേബിൾ 2 feet-ഉം കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്നത് ഹൈറ്റാണ്. ഹൈറ്റ് ഓഫ് ദ സ്റ്റഡി ടേബിൾ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. സ്റ്റഡി ടേബിളിൻ്റെ ഹൈറ്റ് നമുക്ക് എന്താണ് ഓരോരുത്തരുടെയും അതൊരു പേഴ്സണൽ ചോയ്സാണ്. എന്നാലും ഒരു നോർമൽ ഒരു സ്റ്റഡി ടേബിളിൻ്റെ ഹൈറ്റ് ഏകദേശം എത്ര വരും? 2.5 feet. ഇനി സ്റ്റഡി ടേബിൾ നമ്മൾ ഗ്രാഫിൽ വരച്ചത് നോക്കാം. ഗ്രാഫിൽ എങ്ങനെയാണ് വരച്ചിരിക്കണേ? ഗ്രാഫിൽ കറക്റ്റ് കോർഡിനേറ്റ്സ് ഒക്കെ വെച്ചിട്ട് 8 9 11 9 8 7 11 7 ഇതായിരുന്നു കോർഡിനേറ്റ്സ്. അപ്പോൾ 8 9, അപ്പോൾ എക്സ് ആക്സിസിൽ 8 എടുത്തു, വൈ ആക്സിസിൽ 9 എടുത്തു, 8 9. ഇനി എക്സ് ആക്സിസിൽ 11 എടുത്തു, വൈ ആക്സിസിൽ 9 എടുത്തു, 11 9. അതുപോലെ എക്സ് കോർഡിനേറ്റ് 8, വൈ കോർഡിനേറ്റ് 7, എക്സ് കോർഡിനേറ്റ് 11, അതായത് 11 എക്സ് ആക്സിസിൽ 7 വൈ ആക്സിസിൽ എടുത്തു. അങ്ങനെ നമ്മൾ എന്ത് വരച്ചു? അത് ജോയിൻ ചെയ്ത് സ്റ്റഡി ടേബിൾ വരച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഗ്രാഫ് എടുത്തിട്ട് നമ്മൾ നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ട്, അതിൽ എന്തടയാളപ്പെടുത്തുക? ഈ സ്റ്റഡി ടേബിൾ മാർക്ക് ചെയ്യുക. ഇനി ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ് പറഞ്ഞത്? ഈ സ്റ്റഡി ടേബിൾ വരുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് അല്ലേ? എല്ലാ കോർഡിനേറ്റ്സും എന്താണ്? പോസിറ്റീവ്. ഇനി ഈ സ്റ്റഡി ടേബിൾ ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റുന്നത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പൊസിഷൻ സ്റ്റഡി ടേബിളിന് പറ്റിയതാണോ? കണ്ടിട്ട് എന്താ തോന്നണേ? കാരണം നിങ്ങൾ ആ ഒരു പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റയാൻ്റെ ബെഡ് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ബെഡിൻ്റെ തൊട്ടടുത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്ത് വരുന്നത്? സ്റ്റഡി ടേബിൾ വരുന്നത്. ഒട്ടും ഒരു ആപ്റ്റായിട്ടുള്ളൊരു ലൊക്കേഷനല്ല സ്റ്റഡി ടേബിളിന്. അപ്പോൾ നേരത്തെ ഇരുന്ന ആ ഒരു ഇത് തന്നെയാണ്, നേരത്തെ ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഇരുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷൻ തന്നെയാണ് സ്റ്റഡി ടേബിളിന് പറ്റിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദ ബാത്റൂം ഡോർ ഹാസ് എ ഹിഞ്ച് അറ്റ് B1 ആൻഡ് ഓപ്പൺസ് ഇൻ ടു ദ ബെഡ്റൂം, വിൽ ഇറ്റ് ഹിറ്റ് ദ വാർഡ്രോബ്? ആർ ദർ എനി ചേഞ്ചസ് യു വുഡ് സജസ്റ്റ് ഇഫ് ദ ഡോർ ഈസ് മെയ്ഡ് വൈഡർ? ബാത്റൂം ഡോറ് എവിടെ നിന്ന് തുടങ്ങിയാൽ B1 തൊട്ട് B2 വരെ നമ്മൾ കഴിഞ്ഞ എക്സസൈസിൽ ചെയ്ത സെയിം ഫിഗർ തന്നെയാണ്. ഇവിടെ ബാത്റൂമിനും കൂടി ഒരു ഇത് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ B1 to B2 ആണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്. അപ്പോൾ B1ൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരുന്നു? B1 B2 എന്ന് പറയുന്നത് വൈ ആക്സിസിലാണ്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് 0യും വൈ കോർഡിനേറ്റ് 1.5. ഇവിടെ 1.5 ആണ്. B2ൻ്റെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് 0 4, വൈ കോർഡിനേറ്റ് 4. അപ്പോൾ 0 4. അങ്ങനെയാണെങ്കിൽ B1 B2 ഈ ഡോറിൻ്റെ ഈ ഒരു വിഡ്ത്ത് എത്രയാണ്? എന്താ ചെയ്യേണ്ടത്? വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് കാണാം. 4 - 1.5 നമ്മൾ കഴിഞ്ഞ എക്സസൈസിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നുള്ളത് എത്രയായിരുന്നു? 2.5 feet ആണ് ഈ ഡോർ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഇത് 2.5 feet ആണ്. ഇനി ഇവിടെയാണ് ഹിഞ്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ തുറക്കണത് ബെഡ്റൂമിലേക്കാണ്. അപ്പോൾ ബെഡ്റൂമിലേക്ക് ഈ ഡോറ് തുറക്കുമ്പോൾ ഈ വിഡ്ത്ത് എത്രയാണ്? 2.5 ആണ്. വാർഡ്രോബ് ഇരിക്കുന്നത് എവിടെയായിട്ടാണ്? ഇവിടെയായിട്ടാണ്. അപ്പോൾ വാർഡ്രോബ് വരുന്നത് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഈ വാളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ഡിസ്റ്റൻസ്? വാർഡ്രോബിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ 3 ആണ്. അപ്പോൾ 3 feet ഈ വാളിൽ നിന്ന് 3 feet അകലെയാണ് വാർഡ്രോബ് ഇരിക്കുന്നത്. ഇനി ഇവിടെ ഹിഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡ്റൂമിലേക്ക് ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഡോറിൻ്റെ ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 feet ആണ്. അപ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ എന്താണ്? ഇനി അത് കുറച്ചും കൂടി വൈഡർ ആക്കി കഴിഞ്ഞാൽ, ബാത്റൂമിൻ്റെ ഡോറ് വൈഡർ ആക്കി കഴിഞ്ഞാൽ ഇത് വാർഡ്രോബിൽ വന്ന് മുട്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈഡർ ആക്കി കഴിഞ്ഞാൽ മുട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഓൾറെഡി 2.5 feet ആണ്. ഇവിടെ 3 feet-ൻ്റെ
അകലത്തിലാണ് വാർഡ്രോബ് ഇരിക്കുന്നത്. അപ്പോൾ റയാൻസ് ബാത്റൂം. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ 4 corners O, F, R and P ഓഫ് ദ ബാത്റൂം? വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഷവറിംഗ് ഏരിയ SHWR ഇൻ റയാൻസ് ബാത്റൂം? റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ 4 corners. അപ്പോൾ നല്ലൊരു സൊല്യൂഷൻ എന്തായിരിക്കും? ബാത്റൂമിൻ്റെ ഡോറ് ബാത്റൂമിലേക്ക് തന്നെ തുറക്കാം. അതാണ് നല്ലൊരു സൊല്യൂഷൻ. അല്ലാതെ ബെഡ്റൂമിലേക്ക് തുറക്കാതെ ഡോറ് ബാത്റൂമിലേക്ക് തുറക്കുന്ന. ഇവിടെ കോർഡിനേറ്റ്സ് ഓൾറെഡി O എന്താണ്? ഒറിജിനാണ്. അതുകൊണ്ട് 0 0 ഇവിടെ ഫിഗറിൽ തന്നെ തന്നിട്ടുണ്ട് 0 0. ഇനി എഫിൻ്റെ കോർഡിനേറ്റ് നോക്കിയേ. എഫ് എവിടെയാണ്? ഇവിടെയാണ്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ ബുക്കിൽ നോക്കുക. അപ്പോൾ എഫിൽ ഇവിടെ ഏതാണ് പോയിൻ്റ് വരുന്നത്? ഇത് ഈ ആക്സിസിൽ ഇത് 9 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഏത് ഇതിലെ പോയിൻ്റാണ്? Y ആക്സിസിലെ പോയിൻ്റാണ്. അപ്പോൾ എഫിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടുത്തെ Y കോർഡിനേറ്റ് എന്താണ്? 9. അപ്പോൾ 0 9 ആണ് എഫിൻ്റെ കോർഡിനേറ്റ് അല്ലേ? ഇവിടെ 9 ആണ് Y ആക്സിസിൽ കൊടുത്തിരിക്കുന്നത്. ഇനി എഫ് എന്ന് പറയുന്നത് Y ആക്സിസിലെ പോയിൻ്റ് ആയതുകൊണ്ട് എഫിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് എഫ് എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? 0 9. ഇനി അടുത്ത പോയിൻ്റ് ഏതാണ്? 6. 6ൻ്റെ കോർഡിനേറ്റ് നോക്കാനായിട്ട് ആദ്യം നമുക്ക് എക്സ് കോർഡിനേറ്റ് നോക്കാം. എക്സ് കോർഡിനേറ്റ് എവിടെയാണ്? എക്സ് ആക്സിസിൽ. എക്സ് ആക്സിസിൽ എത്രാമതാണ് കിടക്കുന്നത്? -6. അപ്പോൾ 6ൻ്റെ എക്സ് കോർഡിനേറ്റ് കിട്ടി -6. ഇനി 6ൻ്റെ Y കോർഡിനേറ്റ് എവിടെയാണ്? Y ആക്സിസിൽ നോക്കാം. Y ആക്സിസിൽ ഏതെന്നെയാണ്? 9. അപ്പോൾ -6 9 ആണ് 6 എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്. കിട്ടിയല്ലോ? ഇതൊക്കെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അടുത്തത് എന്താണ്? പി എന്ന പോയിൻ്റ് കിടക്കുന്നത് എവിടെയാണ്? എക്സ് ആക്സിസിലാണ്. ഇതെന്താണ്? ഇത് എക്സ് ആക്സിസ്, ഇത് Y ആക്സിസ് ആണ്. അപ്പോൾ എക്സ് ആക്സിസിലെ പോയിൻറ്റിൻ്റെ Y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്താണ്? ഇവിടെ -6 ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? -6 0. Y കോർഡിനേറ്റ് 0 ആയിരിക്കും. കിട്ടിയല്ലോ? അപ്പോൾ ഒയുടെ കോർഡിനേറ്റ് 0 0, എഫിൻ്റെ കോർഡിനേറ്റ് 0 9, ആറിൻ്റെ കോർഡിനേറ്റ് -6 9, പിയുടെ കോർഡിനേറ്റ് -6 0. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഷവറിംഗ് ഏരിയ SHWR? റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദ 4 corners. എന്താണ് ഈ ഒരു ഷവറിംഗ് ഏരിയയുടെ ഷേപ്പ്? ഈ ഒരു ഏരിയയുടെ ഷേപ്പ് എന്താണ്? ഇതൊരു ട്രപ്പീസിയം ഷേപ്പിലാണ് അല്ലേ? ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താ? 2 സൈഡ് പാരലലായിരിക്കും. അപ്പോൾ ഇവിടെ WRഉം SHഉം എന്താണ്? പാരലൽ സൈഡ്സ് ആണ്. അപ്പോൾ ഇതൊരു ട്രപ്പീസിയം ഷേപ്പിലുള്ള ഷവറിംഗ് ഏരിയ ആണ്. ഇനി ഇതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതണം. അതിൽ ആറിൻ്റെ കോർഡിനേറ്റ് നമ്മൾ ഓൾറെഡി എഴുതി -6 9. ഇനി ഡബ്ല്യുവിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? W. അപ്പോൾ W എന്ന് പറയുമ്പോൾ എന്താണ്? Y കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും? 9 തന്നെയായിരിക്കും അല്ലേ? അതായത് ഹൊറിസോണ്ടൽ ലൈനിൻ്റെ Y കോർഡിനേറ്റ്സ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെയും 9 ഇവിടെയും 9, ഇതേ ലൈനിൻ്റെ തന്നെയാണ് ഇത് 9 വരുന്നത്. ഇനി എക്സ് കോർഡിനേറ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. എക്സ് കോർഡിനേറ്റ് കറക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? -2 ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് -2. എപ്പോഴും ഓർത്തിരിക്കുക, ഹൊറിസോണ്ടൽ ആണെങ്കിൽ Y കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ അതിലെ എക്സ് കോർഡിനേറ്റുകളൊക്കെ സെയിം ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് വിശദീകരിച്ച് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇവിടെ -2 9 കിട്ടി. ഇനി എച്ചിൻ്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? എച്ചിൻ്റെ കോർഡിനേറ്റ് Y കോർഡിനേറ്റ് ഏതാ? +6. എക്സ് കോർഡിനേറ്റ് ഏതാണ്? എക്സ് കോർഡിനേറ്റ് -3. അപ്പോൾ എങ്ങനെ എഴുതണ്ട? -3 6. ഇതാണ് എച്ചിൻ്റെ കോർഡിനേറ്റ്. കിട്ടിയില്ല? -3 6. ഇനി അടുത്തത് എസ്സിൻ്റെ കോർഡിനേറ്റ് എന്താണ്? എക്സ് കോർഡിനേറ്റ്. വെർട്ടിക്കൽ ആവുമ്പോൾ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും അല്ലേ? ഇവിടുത്തെ ആറിൻ്റെ കോർഡിനേറ്റും പിയുടെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് തന്നെയായിരിക്കും എസ്സിനും. ഏതാ? എസ്സിൻ്റെ എക്സ് കോർഡിനേറ്റ് -6. Y കോർഡിനേറ്റ് എത്രയാണ്? Y കോർഡിനേറ്റ് 6 തന്നെ. ഇത് ഇങ്ങനെ പറഞ്ഞു തരണേക്കാളും നല്ലത് നിങ്ങൾ ഇത് എൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് നോക്കി ചെയ്യാണ്. അപ്പോൾ കറക്റ്റാണോ എന്ന് നോക്കുക. കറക്റ്റായിട്ട് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് നോക്കുക, Y കോർഡിനേറ്റ് നോക്കുക.
ഇനി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ ആ ലൈനിലെ എല്ലാ പോയിൻറ്റിൻ്റെയും ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? y കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഇനി വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ അതിലെ എക്സ് കോർഡിനേറ്റുകളൊക്കെ സെയിം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ R, S, P ഇതിൻ്റെയൊക്കെ എക്സ് കോർഡിനേറ്റ് -6, -6, -6. ഇനി ഈ ഒരു ലൈൻ നോക്കിയേ, RWF ഈ ലൈൻ ഹൊറിസോണ്ടലാണ്. അപ്പോൾ ഇതിൻ്റെ y കോർഡിനേറ്റുകൾ എന്തൊക്കെയാണ്? 9, 9, 9. മനസ്സിലായോ? ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. മാർക്ക് ഓഫ് എ 3 feet into 2 feet space for the wash basin and a 2 feet into 3 feet space for the toilet. Write the coordinates of the corners of these spaces. എന്താ പറഞ്ഞിരിക്കുന്നത്? വാഷ് ബേസിന് വേണ്ടിയിട്ട് ഒരു 3 feet into 2 feet സ്പേസ് ഉണ്ടാക്കുക വാഷ് ബേസിൻ ഏരിയ ആയിട്ട്. പിന്നെ ഒരു ടോയ്ലറ്റ് ഏരിയ ആയിട്ട് 2 feet into 3 feet സ്പേസും വരയ്ക്കുക. എന്നിട്ട് ആ സ്പേസുകളുടെയൊക്കെ കോർണേഴ്സിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വാഷ് ബേസിൻ ഏരിയ നമുക്ക് എന്താ വേണ്ടത്? 3 feet into 2 feet. അപ്പോൾ 3 feet നമുക്ക് എക്സ് ആക്സിസിൽ എടുക്കണം. 3 feet എക്സ് ആക്സിസ്. വാഷ് ബേസിൻ എവിടെ ഇരിക്കണേ? ദാ ഇവിടെയാണ് ഇരിക്കണേ. അപ്പോൾ എക്സ് ആക്സിസിൽ ഒരു 3 feet. ഇവിടെ -6 ഉണ്ട്, -5, -4, -3. അപ്പോൾ ഇവിടെ എത്രയായി? ഇവിടെ നിന്ന് -6 to -3 വരെ എത്ര ഫീറ്റായി? 3 feet ആയി. ഇനി എത്ര ഫീറ്റ്? 2 feet ആണ് ഇനി വിഡ്ത്ത് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്തെടുക്കുക? വിഡ്ത്ത് ഇതാ y ആക്സിസ് ഇവിടെ നോക്കിയേ, ഇവിടെ 2 ആണ്. അപ്പോൾ ഇതാണ് 2 feet. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇവിടെ 3 feet 2 feet. ഇതാണ് വാഷ് ബേസിൻ ഏരിയ 3 into 2 feet. ഇനി ടോയ്ലറ്റ് ഏരിയ എങ്ങനെ എടുക്കാം? 2 feet into 3 feet ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് ആക്സിസിൽ 2 feet എടുക്കാം. എക്സ് ആക്സിസിൽ 2 feet എന്ന് പറഞ്ഞാൽ എവിടെയാണ്? -6 നിന്ന് -4 വരെ, അപ്പോൾ ഇവിടം വരെ. ഇനി y ആക്സിസിൽ 3 feet എടുക്കാം. y ആക്സിസ് ഇവിടെ നമുക്ക് +2 ആണ്, 2 ആണ് ഇവിടെ. അപ്പോൾ 3 feet വരുമ്പോൾ എത്ര വരും? 5 വരെ വരും, 2 to 5 വരെ. അപ്പോൾ ഇവിടെയാണ് 5. ഇതാണ് ടോയ്ലറ്റ് ഏരിയ. കിട്ടിയില്ല? അപ്പോൾ എന്താ പറഞ്ഞത്? വാഷ് ബേസിൻ ഏരിയ 3 feet into 2 feet. അപ്പോൾ 3 feet നമ്മൾ എക്സ് ആക്സിസിലെടുത്തു, 2 feet y ആക്സിസിലും എടുത്തു. ഇനി അടുത്തത് ടോയ്ലറ്റ് ഏരിയ 2 feet into 3 feet. അപ്പോൾ 2 feet എക്സ് ആക്സിസിലെടുത്തു, 3 feet y ആക്സിസിലും എടുത്തു. ഇത് 2 feet, ഇത് 3 feet. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി ഓരോ കോർണേഴ്സിൻ്റെയും കോർഡിനേറ്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയ കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കാം. അപ്പോൾ ഇവിടെ 2 വെച്ചിട്ടാണ് ഇവിടെ y ആക്സിസ് എടുത്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് 2.5 വെച്ച് ഇങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങി അങ്ങനെയും എടുക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് 0.5 ഇങ്ങോട്ടേക്ക് നീങ്ങും, അങ്ങനെയും എടുക്കാം. കണ്ടോ? ഇങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഒരു സെൻസൊക്കെ വെച്ചിട്ട്, നിങ്ങളുടെ ഇനി ഭാവി ആർക്കിടെക്ട്സ് ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവരുടെ ഐഡിയ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. അപ്പോൾ പറഞ്ഞ പോലെ 3 feet 2 feet ഇവിടെ 2 feet 3 feet കിട്ടണം എന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്തു? ഞാനൊരു 0.5 feet ഇങ്ങോട്ടേക്ക് മാറ്റി, അതുപോലെ തന്നെ 0.5 feet ഇങ്ങോട്ട് നീങ്ങി. പക്ഷേ ഇവിടെ ഈ ലെങ്ത്തും വിഡ്ത്തിനും മാറ്റമൊന്നും വന്നില്ല. ഇത് 2 feet ഇത് 3 feet തന്നെയാണ്. ഇതിവിടെ 2.5 ഇവിടെ തീരണത്. എവിടെ വെച്ചിട്ടാണ്? 5.5. അങ്ങനെയാണ് 3 feet കിട്ടണത്. മനസ്സിലാവണുണ്ടെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ഓരോന്നിൻ്റെ എന്തെഴുതാം? കോർണേഴ്സിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ പിയുടെ കോർണർ -6, 0 എഴുതി. ഇനി ഇവിടെ നമുക്ക് നോക്കിയേ, ഈ ഒരു കോർണറും എന്താണ്? എക്സ് ആക്സിസിലെ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇതിൻ്റെയും y കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. ഇതിൻ്റെ y കോർഡിനേറ്റ് 0 ആണ്. അതേപോലെ എക്സ് കോർഡിനേറ്റ് എന്താണ്? -3 ആണ്. അപ്പോൾ -3, 0. ഇനി ഈ ഒരു കോർണർ എടുത്തേ. ഈ ഒരു കോർണറിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? -3. y കോർഡിനേറ്റ് എന്താണ്? 2. ഇനി ഈ ഒരു കോർണർ എടുത്താൽ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? -6. y കോർഡിനേറ്റ് എന്താണ്? 2.
കിട്ടിയില്ലോ. അപ്പോൾ 4 കോർണറും ആയി. ഇനി അടുത്തത് ടോയ്ലറ്റ് ഏരിയയുടെ കോർണേഴ്സിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാം. അപ്പോൾ ഈ ഒരു കോർണർ എത്രയാണ്? ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് നേരെ എക്സ് ആക്സിസിൽ നോക്കാം, -4. ഇനി വൈ കോർഡിനേറ്റ് എത്രയാണ്? 2.5. ഇനി ഈ ഒരു കോർണർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയും എക്സ് കോർഡിനേറ്റ് എന്ത് തന്നെയാണ്? -4 തന്നെ. ഇനി വൈ കോർഡിനേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 5.5. ഇനി ഇവിടുത്തെ നേരത്തെ ചെയ്തതിൻ്റെ ആൻസേഴ്സാണ് അതൊക്കെ. ഇനി അടുത്തത് ഇവിടുത്തെ ഈ പോയിൻറ്റിൻ്റെ നോക്കാം. എക്സ് കോർഡിനേറ്റ് എന്ത് തന്നെയാണ്? -6. വൈ കോർഡിനേറ്റ് എന്താണ്? 5.5. ഇനി ഇവിടത്തെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് -6, വൈ കോർഡിനേറ്റ് എന്താണ്? 2.5. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. വാഷ് ബേസിൻ ഏരിയയും അതുപോലെ തന്നെ ടോയ്ലറ്റ് ഏരിയയും അടയാളപ്പെടുത്തി അതിൻ്റെ കോർഡിനേറ്റ്സ്, കോർണേഴ്സിൻ്റെ കോർഡിനേറ്റ്സും എഴുതി. അപ്പോൾ വാഷ് ബേസിൻ എങ്ങനെയാണ്? 3 ഫീറ്റ് 2 ഫീറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെയാണ് വാഷ് ബേസിൻ. ഇനി ഇതിൻ്റെ കോർണേഴ്സിൻ്റെ കോർഡിനേറ്റ്സ് -30, -60, -32, -62. അടുത്തത് ടോയ്ലറ്റ് ഏരിയ. ടോയ്ലറ്റ് ഏരിയ 2 ഫീറ്റ് × 3 ഫീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കോർണേഴ്സിൻ്റെ കോർഡിനേറ്റ് -6 2.5, -4 2.5. അടുത്തത് -4 5.5, -6 5.5. ഇനി ഇപ്പോൾ ചെയ്ത ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം കൂടി ഗ്രാഫ് നമുക്ക് നോക്കാം. ആദ്യം എന്തായിരുന്നു? ബാത്റൂമിൻ്റെ 4 കോർണേഴ്സിൻ്റെ കോർഡിനേറ്റ്സ് ആണ് പറഞ്ഞിരുന്നത്, OFRP. അപ്പോൾ ഓയുടെ കോർഡിനേറ്റ് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്? 0 0. ഇനി എഫിൻ്റെ കോർഡിനേറ്റ് എന്തായിരുന്നു? 0 9. ആറിൻ്റെ കോർഡിനേറ്റ് -6 9. പിയുടെ കോർഡിനേറ്റ് -6 0. അപ്പോൾ കറക്റ്റ് ഇവിടെ ഞാനിത് വരച്ചിട്ടുണ്ട്. ഇതാണ് ബാത്റൂമിൻ്റെ ആ ഒരു സെക്ഷൻ വരുന്നത്. ഇതാണ് ഷവർ ഏരിയ. ഷവർ ഏരിയയുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏത് ഷേപ്പായിരുന്നു? ട്രപ്പീസിയം. ഇനി ഷവർ ഏരിയയുടെ ആ കോർണേഴ്സിൻ്റെ കോർഡിനേറ്റ്സ് കറക്റ്റായിട്ട് തന്നെ എഴുതുക. W ഇരിക്കുന്നത് എവിടെയാണ്? W എന്ന പോയിൻ്റ് എക്സ് ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് എന്താണ്? -2. ഇനി വൈ കോർഡിനേറ്റ് എന്താണ്? Wൻ്റെ 9. അപ്പോൾ -2 9. ഇനി എച്ചിൻ്റെ എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിൽ എന്താണ്? -3. വൈ കോർഡിനേറ്റ് എന്താണ്? 6. അപ്പോൾ -3 6. എസിൻ്റെ എക്സ് കോർഡിനേറ്റ് -6, വൈ കോർഡിനേറ്റ് +6. ആറിൻ്റെ നേരത്തെ നമ്മൾ ബാത്റൂമിൻ്റെ ഇത് പറഞ്ഞ് അത് തന്നെയാണ് -6 9. അപ്പോൾ ഷവറിൻ്റെ കോർഡിനേറ്റ് കറക്റ്റായിട്ട് നോക്കിയിട്ട് വരയ്ക്കുക. ഇനി അടുത്തത് വാഷ് ബേസിൻ ഏരിയയും ടോയ്ലറ്റ് ഏരിയയും പറഞ്ഞു. അപ്പോൾ വാഷ് ബേസിൻ ഏരിയ എന്തായിരുന്നു? ആദ്യം 3 ഫീറ്റും പിന്നെ 2 ഫീറ്റുമാണ് പറഞ്ഞത്. അപ്പോൾ എക്സ് ആക്സിസിൽ 3 ഫീറ്റ് എടുത്തു, പിന്നെ വൈ ആക്സിസിൽ 2 ഫീറ്റ് എടുത്തു. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് നോക്കുക. ഈ 2 പോയിൻറ്റ്സ് എവിടെയുള്ളതാണ്? എക്സ് ആക്സിസിലെ പോയിൻ്റാണ്. അതുകൊണ്ട് അതിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ -3 0, -6 0. ഇനി അടുത്ത ഈ 2 കോർണേഴ്സ് എന്തൊക്കെയാണ്? -3, വൈ കോർഡിനേറ്റ് എന്താ? 2 ആണ്. ഇവിടെയും എന്താണ്? 2 ആണ്. എക്സ് കോർഡിനേറ്റ് ഇതിൻ്റെ -6 ആണ്. ഇനി ടോയ്ലറ്റ് ഏരിയ ഒരു 0.5 ഫീറ്റ് അങ്ങോട്ട് നീക്കിയിട്ടാണ് ഞാൻ ഇവിടെ വെച്ച് വരച്ചത്. അപ്പോൾ ഇതിൻ്റെ കോർണേഴ്സിൻ്റെ കോർഡിനേറ്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ കോർണർ എന്താണ്? ഇത് കറക്റ്റ് എക്സ് കോർഡിനേറ്റ് എന്താ? -4. ഇനി ഇതിൻ്റെ വൈ കോർഡിനേറ്റ് എന്താണ്? 2ൻ്റെയും 3ൻ്റെയും മിഡിലായിട്ട് വരും. അതായത് ഇതെന്താണ്? 2.5. അപ്പോൾ ഇവിടെ -4 2.5 വൈ കോർഡിനേറ്റ്. അതുപോലെ ഇവിടെ എന്താണ്? ഇവിടെയും നമ്മൾ 5.5 ആണ് വൈ കോർഡിനേറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് ഏതൊക്കെയാണ്? -4 തന്നെ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് എന്താ? -5.5. മനസ്സിലാവണുണ്ടോ? ഇതൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വരച്ച് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല എളുപ്പമുള്ളൊരു ഇതാണ്. കാര്യമായിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കാനുള്ള അങ്ങനത്തെ വലിയ കോൺസെപ്റ്റ് ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കുക, കോർഡിനേറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ അടയാളപ്പെടുത്താൻ നോക്കാം. അപ്പോൾ ഇനി ടോയ്ലറ്റ് ഏരിയയുടെ ഈ ഒരു കോർണർ -6, പിന്നെ അടുത്തത് വൈ കോർഡിനേറ്റ് 5.5 തന്നെ. ഇവിടെയും -6, വൈ കോർഡിനേറ്റ് 2.5. അപ്പം എപ്പോഴും ആലോചിക്കുക വെർട്ടിക്കൽ
വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റുകളൊക്കെ സെയിം ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇതിലെല്ലാത്തിൻ്റെ എക്സ് കോർഡിനേറ്റ് നോക്കിയാൽ -6 -6 -6 -6 -6 -6 അല്ലേ. അതുപോലെ തന്നെ വൈ കോർഡിനേറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഹൊറിസോണ്ടൽ ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ അതങ്ങനെ ടോയ്ലറ്റ് ഏരിയയുടെ കോർഡിനേറ്റ്സ് നമ്മൾ എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ, അതർ റൂംസ് ഇൻ ദ ഹൗസ്. റിയാൻസ് റൂം ഡോർ ലീഡ്സ് ഫ്രം ദ ഡൈനിങ് റൂം വിച്ച് ഹാസ് ദ ലെങ്ത് 18 feet ആൻഡ് വിഡ്ത്ത് 15 feet. ദ ലെങ്ത് ഓഫ് ദ ഡൈനിങ് റൂം എക്സ്റ്റെൻഡ്സ് ഫ്രം എ പോയിന്റ് P to point A. Sketch the dining room and mark the coordinates of its corners. അപ്പോൾ റയാൻ്റെ റൂം എന്ന് പറയുന്നത് ഡൈനിങ് റൂമിൽ നിന്നാണ് റയാൻ്റെ റൂമിലേക്കുള്ള ഡോറ് വരുന്നത്. അപ്പോൾ ആ ഡൈനിങ് റൂമിൻ്റെ സ്കെച്ച് വരച്ചിട്ട് അതിൻ്റെ കോർണേഴ്സിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടെ എന്താണ് വരുന്നത്? ഡൈനിങ് റൂമാണ് വരുന്നത്. ഫ്രം P to A ആണ്. P എവിടെയാണ്? P എന്ന പോയിൻ്റ് ഇവിടെയാണ്, A എന്ന പോയിൻ്റ് ഇവിടെയാണ്. അതായത് ഈ ഒരു എക്സ് ആക്സിസിൻ്റെ ഇങ്ങോട്ടേക്കുള്ള ഭാഗം എന്താണ്? ഡൈനിങ് റൂമായിട്ട് വരും. അപ്പോൾ ഡൈനിങ് റൂമിൻ്റെ ഈ ഭാഗത്താണ് റയാൻ്റെ റൂമിൻ്റെ ഡോറ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ -6, ഇവിടെ +12 ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലെങ്ത് എത്രയാണെന്ന് നമുക്കറിയാം? 18 feet ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് റയാൻ്റെ ഡൈനിങ് റൂം എന്ന് പറയുന്നത് 18 feet വിഡ്ത്തും 18 feet ലെങ്ത്തും വിഡ്ത്ത് എത്രയാണ്? 15 feet ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇനി ഇങ്ങോട്ടേക്ക് 15 feet വിഡ്ത്തിൽ വരച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഞാനത് വരച്ചിട്ടുണ്ട്. ഇത് റയാൻ്റെ റൂമിൻ്റെ ആ ഒരു ഭാഗമാണ്, 18 feet ലെങ്ത്ത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ്? ഡൈനിങ് റൂമാണ്. ഡൈനിങ് റൂമിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 15 feet ആണ്. അപ്പോൾ 15 feet എങ്ങനെയാണ് നമ്മൾ വൈ ആക്സിസിലാണ് നോക്കേണ്ടത്. വൈ ആക്സിസ് എടുക്കുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെയാണ് ഒറിജിൻ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് വേണം എഴുതാനായിട്ട്. അപ്പോൾ -1 -2 എങ്ങനെ എഴുതി? -15 വരെ വരുമ്പോഴാണ് ഇതെന്ത്? ഡൈനിങ് റൂം ആവണത്. മനസ്സിലായോ? അപ്പോൾ എന്താണ്? വിഡ്ത്ത് നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി. ഇനി ലെങ്ത് എത്രയാണ്? 18 ആണ്. ലെങ്ത് ഓൾറെഡി റയാൻ്റെ ആ റൂമിൻ്റെ ബാത്റൂം അടക്കമുള്ള മൊത്തം ലെങ്ത്താണ് 18 feet എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ കോർഡിനേറ്റ്സുകളാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം ഇവിടുത്തെ കോർഡിനേറ്റ് എഴുതാം. ഇത് നമുക്കറിയാം എന്താണ്? എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ഈ ഒരു കോർണറിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? ഇവിടെ എത്രയാണ്? എക്സ് ആക്സിസിൽ 12. അപ്പോൾ ഇത് 12 0 അല്ലേ. എക്സ് ആക്സിസ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0. ഇനി ഈ ഒരു കോർണർ എന്തായിരിക്കും? ഇതും എക്സ് ആക്സിസിലെ പോയിൻ്റാണ്. അപ്പോൾ -6 0. ഇനി ഈ ഒരു കോർണർ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ത് തന്നെയാണ്? -6 തന്നെയാണ്. വൈ കോർഡിനേറ്റ് എന്താണ്? വൈ കോർഡിനേറ്റ് -15. ഇനി അടുത്തത് നോക്കിയേ, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്താണ്? +12 ആണ്. വൈ കോർഡിനേറ്റ് എന്താണ്? -15. അപ്പോൾ 4 കോർണേഴ്സിൻ്റെയും കോർഡിനേറ്റ്സ് കിട്ടിയല്ലോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Place a rectangular 5 feet into 3 feet dining table precisely in the center of the dining room. Write down the coordinates of the feet of the table. അപ്പോൾ നമ്മൾ ഡൈനിങ് റൂമിൻ്റെ സ്കെച്ച് വരച്ചു. ഇനി എന്ത് ചെയ്യണം? ആ ഡൈനിങ് റൂമിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ടൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യണം. ഡൈനിങ് ടേബിളിൻ്റെ ഡൈമെൻഷൻ എന്തൊക്കെയാണ്? 5 feet ലെങ്ത്തും 3 feet വിഡ്ത്തുമാണ് റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഡൈനിങ് ടേബിളിന്. ഡൈനിങ് റൂമിന് ലെങ്ത്ത് എത്രയായിരുന്നു? 18 feet വിഡ്ത്ത് എത്രയായിരുന്നു? 15 feet ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് വേണം നമുക്ക് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെ വരയ്ക്കും? ഇവിടെ മൊത്തം എത്രയാണ്? 18 ആണ്. ഇപ്പോൾ ലെങ്ത്ത് വേണ്ടത് എത്രയാണ്? 5 feet ലെങ്ത്തുള്ള 5 feet ലെങ്ത്തും 3 feet വിഡ്ത്തുള്ള റെക്റ്റാങ്കുലർ ടേബിളാണ് ഇവിടെ വെക്കേണ്ടത്. അപ്പോൾ അതെവിടെ കറക്റ്റ് സെൻറ്ററിലാക്കി വെക്കും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലെങ്ത്ത് ഇവിടുത്തെ ഡൈനിങ് റൂമിൻ്റെ ലെങ്ത്ത് 18 ആണ്. നമുക്ക് വേണ്ട ടേബിൾ എത്രയാണ്? 5 feet. അപ്പോൾ എന്ത് ചെയ്യണം? 18 നിന്നൊരു 5 അങ്ങ് കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി? 13 കിട്ടി. ഇനി 13ൻ്റെ പകുതി എടുക്കുക. 13ൻ്റെ പകുതി എത്രയാണ്? 6.5.
അപ്പോൾ 6.5 ഈ അറ്റത്ത് നിന്നും ഈ അറ്റത്ത് നിന്നും മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് 6.5 എടുക്കുക. ഇവിടെ 1 2 3 4 5 6 6.5 ഇവിടെയായിട്ട് വരും. അതായത് ഈ 5.5ൻ്റെ അവിടെയാണ് 6.5 വരണത്. ഇനി ഈ അറ്റത്ത് നിന്നും 6.5 മാർക്ക് ചെയ്യുക. 1 2 3 4 5 6 ഇവിടെ 0.5, അതായത് 0.5ൻ്റെ അവിടെയാണ് ഇവിടുത്തെ 6.5 ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ 5 ഫീറ്റിൻ്റെ ആ ഒരു സെക്ഷൻ വരുന്നത്. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് വരുന്നത് ഏതൊക്കെയാണ്? 0.5ഉം ഇവിടെ 5.5ഉം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എന്താ? 3 ഫീറ്റ് വിഡ്ത്താണ് വേണ്ടത്. അതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ മൊത്തം എത്രയാണ് ഈ ഡൈനിങ് റൂമിൻ്റെ വിഡ്ത്ത്? 15 ഫീറ്റിൽ നിന്ന് 3 ഫീറ്റ് കുറയ്ക്കുക. എത്രയാ? 12ൻ്റെ ഹാഫ് എടുക്കുക. എത്രയാണ്? 6. അപ്പോൾ 6 ഈ അറ്റത്തു നിന്നും ഈ അറ്റത്തു നിന്നും മാറ്റുക. ഈ അറ്റത്തു നിന്ന് 6 എടുക്കാം. 1 2 3 4 5 6 ഇവിടെ എവിടെയാണ് വന്നിരിക്കുന്നത്? 9 -9ൽ. ഇനി ഈ അറ്റത്ത് നിന്ന് 1 2 12 തൊട്ട് എണ്ണരുത്. 12ൽ നിന്ന് ഈ -11 ആവും, -1 ആവുമ്പോഴാണ് 1 ഫീറ്റ് ആവുന്നത്. അപ്പോൾ 1 2 3 4 5 6 എവിടെ എത്തി? 6. അതായത് -6. നമ്മളിത് എക്സ് ആക്സിസിന് താഴെ ആയതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ഇടുന്നത്. അപ്പോൾ -6ഉം -9ഉം. അപ്പോൾ ഈ 2 ഭാഗത്തായിരിക്കണം എന്ത്? y കോർഡിനേറ്റ് വരുന്നത്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ടേബിൾ എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളതിൻ്റെ പൊസിഷനൊക്കെ കിട്ടി. അപ്പോൾ എവിടെയാണ്? 0.5 to 5.5 വരെ 5 ഫീറ്റ്, പിന്നെ -6 to -9 വരെ 3 ഫീറ്റും നമുക്ക് വരയ്ക്കാം. ഇത് വരച്ചാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് കറക്റ്റ് ഡൈനിങ് റൂമിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഇനി ഓരോ കോർണറിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഫീറ്റിൻ്റെയും കോർഡിനേറ്റ്സ് എഴുതണം. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് എന്താണ്? ഇവിടെ എന്തായിരുന്നു? 0.5. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0.5. വൈ കോർഡിനേറ്റ് ഞാനിവിടെ ഒറിജിനിൽ നിന്ന് ഇവിടെയാണ് വൈ കോർഡിനേറ്റ് ഉള്ളത്. പക്ഷേ നമുക്കിവിടെ ടേബിൾ വരയ്ക്കേണ്ട കാരണം ഞാൻ ആ നമ്പേഴ്സൊക്കെ ഇവിടെ എഴുതി വെച്ചു എന്നുള്ളൂ, നമുക്ക് വൈ കോർഡിനേറ്റ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 0.5. ഇനി വൈ കോർഡിനേറ്റ് ഇവിടെ എത്രയായിരിക്കും? എന്താ? -6. ഇനി ഇവിടുത്തെ അതായത് ടോപ്പ് റൈറ്റ് സൈഡിലെ കോർഡിനേറ്റ് എന്താണ്? 5.5. വൈ കോർഡിനേറ്റ് എന്താണ്? -6. ഇനി ബോട്ടം ലെഫ്റ്റിലെ കോർഡിനേറ്റ് എഴുതാം. ഏതാണ്? എക്സ് കോർഡിനേറ്റ് 0.5 തന്നെ, 0.5. വൈ കോർഡിനേറ്റ് എന്താണ്? -9. ഇനി ബോട്ടം റൈറ്റിലെ കോർണർ അതിൻ്റെ കോർഡിനേറ്റ് 5.5 എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് -9. കിട്ടിയില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ കിട്ടി? ഒരു കറക്റ്റ് ഒരു സെൻറ്ററിലായിട്ട് തന്നെ ടേബിൾ വരച്ചു. എന്താ? എല്ലാത്തിൻ്റെയും 4 ഫീറ്റിൻ്റെയും കോർഡിനേറ്റ്സും എഴുതി. നമ്മളെങ്ങനെയാണ് ചെയ്തത്? 18 ഫീറ്റ്, നമുക്ക് വേണ്ടത് 5 ഫീറ്റാണ്. അപ്പോൾ ആ 5 ഫീറ്റ് കുറച്ചു. അപ്പോൾ ബാക്കി എത്ര കിട്ടി? 13 കിട്ടി. 13ൽ നിന്ന് 2 ഡിവൈഡ് ചെയ്തു, 6.5. അപ്പോൾ 6.5 വെച്ചിട്ട് ഈ അറ്റത്ത് നിന്നും ഈ അറ്റത്ത് നിന്നും മാറ്റിയെടുത്തു. ബാക്കി നടുക്ക് വരുന്നത് എന്താ? 5. ആ 5 ആണ് നമ്മുടെ എന്ത്? ലെങ്ത്ത്. അതുപോലെ തന്നെ ഇവിടുത്തെ 15ൽ നിന്ന് നമുക്ക് വേണ്ടത് എത്ര വിഡ്ത്താണ്? 3 ഫീറ്റാണ്. അപ്പോൾ 3 ഫീറ്റ് കുറച്ചു 12. അപ്പോൾ 12ൻ്റെ പകുതി എടുത്തു 6 ഇവിടെ നിന്നും ഈ അറ്റത്ത് നിന്നും മാറ്റി. അപ്പോൾ ബാക്കി നടുക്ക് വരുന്ന 3 ഫീറ്റ്. ഇനി ഡൈനിങ് ടേബിൾ എങ്ങനെയാണ് ഗ്രാഫിൽ വരച്ചതെന്ന് നോക്കാം. ഡൈനിങ് ടേബിളിൻ്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ 0.5ഉം പിന്നെ എന്താണ്? 5.5ഉം ആണ് എക്സ് ആക്സിസിൽ എടുത്തത്. 0.5 എന്ന് വെച്ചാൽ 0ൻ്റെയും 1ൻ്റെയും മിഡിലായിട്ട് വരും. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് തുടങ്ങി 0.5 to 5.5 വരെ, 5ൻ്റെയും 6ൻ്റെയും മിഡിൽ വരെ. അപ്പോൾ അതാണ് എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിൽ എടുത്തിരുന്നത്. ഇനി വൈ ആക്സിസിൽ എടുത്തത് എന്തൊക്കെയാണ്? -6 to -9 വരെ 3 ഫീറ്റാണ് വിഡ്ത്ത് വേണ്ടത്. അത് വൈ ആക്സിസിലാണ് എടുത്തത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഡൈനിങ് ടേബിൾ വരച്ചു. ഇതുപോലെ ഇതൊന്നും വരച്ചിടേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ടു എന്നുള്ളൂ, ഇങ്ങനെയൊന്നും വരയ്ക്കേണ്ട. ഇതാണ് എന്ത്? ഡൈനിങ് ടേബിൾ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ
കോർഡിനേറ്റ്സ് ഒക്കെ അടയാളപ്പെടുത്തുക. 0.5 -6, 5.5 -6 കണ്ട. ഹൊറിസോണ്ടൽ വന്നപ്പോൾ y കോർഡിനേറ്റ് ഒക്കെ സെയിം ആണ്. ഇനി ഇവിടുത്തെ ഹൊറിസോണ്ടൽ നോക്കിയേ 0.5 -9, 5.5 -9. മനസ്സിലായില്ലേ? ഇനി ഇതുപോലെ വെർട്ടിക്കൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റുകൾ സെയിം, ഇവിടെയും എക്സ് കോർഡിനേറ്റുകൾ സെയിം. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഗ്രാഫിൽ നിങ്ങളിപ്പോൾ എന്താ ആദ്യം തന്നെ നമ്മൾ എന്ത് വരച്ചു, ഇതിലെ എത്ര പോയിൻറ്റ്സ് എക്സ് ആക്സിസും വൈ ആക്സിസിൽ എത്ര പോയിൻറ്റ്സ് വേണമെന്നുള്ളത് അത് നമ്മൾ വരച്ചു വെച്ചു. അതിന് ശേഷം സ്റ്റഡി ടേബിള്, പിന്നെന്താ ബാത്റൂം, പിന്നെ ഷവർ ഏരിയ, ടോയ്ലറ്റ് ഏരിയ, വാഷ് ബേസിൻ ഏരിയ, അതിന് ശേഷം ഡൈനിങ് ടേബിൾ വരെ എത്തി അല്ലേ. അപ്പോൾ ഇത് കറക്റ്റ് നല്ല വൃത്തിയിൽ പേന കൊണ്ടൊന്നും വരയ്ക്കരുത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പെൻസിൽ കൊണ്ട് തന്നെ വരയ്ക്കുക. എന്നാലാണ് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വന്നാൽ മാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുള്ള ഗ്രാഫ്. നിങ്ങൾ വരച്ച് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഇതുപോലെ ഒരു പിക്ചർ കിട്ടും.